പ്രിൻസിപ്പാലിന്റെ റൂമിൽ കൊണ്ടിട്ടാ മതി, ഒന്നും ഡ്രസ്സുമില്ല. അവരല്ലേ അവർ കുളമാണ് വിചാരണ അവിടെ കൊണ്ടിട്ടാ ഇനിയൊന്നും വേണ്ട. അവരെ തന്നോ അവരെ മാത്രം ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, വികാര നിർഭരമാകുന്ന നിമിഷങ്ങൾ ആണ്. എന്താണിപ്പോൾ അവിടെ സംഭവിക്കുന്നത്? മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അവർ തളർന്നു പോയിരിക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതെ അഭിലാഷേ, നെഞ്ചുലയ്ക്കുന്ന കാഴ്ച എന്ന് പറയേണ്ടി വരും. അത്രത്തോളം വികാര നിർഭരമായ ഒരു സാഹചര്യമാണ്. അതായത് സ്വന്തം മകൻ വീട് കിടന്ന ആ സ്ഥലം, അവിടെ അച്ഛൻ അത്രത്തോളം പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് നിന്നും ഇത്തരത്തിൽ വണ്ടി എടുത്ത് ഇത്രയും കണ്ണൂരേക്ക് എത്തി. ഇന്നലെ കമ്മീഷണർ ഓഫീസിൽ കണ്ടു. നീതി ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് ഒരു അച്ഛൻ പറയുന്നു. ആ മകൻ അവസാനമായി ചിലവഴിച്ച ആ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് സകല നിയന്ത്രണവും വിട്ട് അങ്ങനെ പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആശ്വസിപ്പിക്കാൻ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളൊക്കെ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം അവിടെ നിന്നും എഴുന്നേൽക്കാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ അത്രത്തോളം തളർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിതിൻ രാജിന്റെ ഓർമ്മകൾ അല്ലെങ്കിൽ നിതിൻ രാജിന്റെ അവസാനത്തെ ആ നാളുകൾ ഉണ്ടായ സ്ഥലം 11 ദിവസത്തിന് ശേഷമാണ് ഇവർ ഇവിടെ എത്തുന്നതെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ മരണം നടന്ന് നിതിൻ രാജിന്റെ മരണം നടന്ന് 11 ദിവസത്തിന് ശേഷമാണ് അച്ഛൻ രാജൻ, അതോടൊപ്പം സഹോദരി രാഖി, സഹോദരി ഭർത്താവ് അശോകൻ, അങ്ങനെ ഇന്നലെ നീതി വേണം എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവിന്റെ ശബ്ദമാണ് നമ്മൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്നും ഈ സമയം കാണുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ പോലും കഴിയാത്ത ആ ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ ശ്രമിച്ചപ്പോൾ തകർന്നു പോയ ഒരു പിതാവ്, മകൻ ഡോക്ടറാകുമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ വലിയ തോതിൽ ഞങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴിയായി നൽകും എല്ലാം കൂടെ കൊണ്ട് വീണ്ടും കാണിച്ചു. ക്ലോസാട്ടോ, അത് ഗേറ്റ് ക്ലോസ് അപ്പുറമാണെങ്കിൽ അവിടെ ക്ലോസ് ആട്ടോ. ഓണങ്ങാടൻ ക്ലോസാണ്. നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ തയ്യാറാകുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെച്ചുകൊണ്ട് ഈ ധർണാസമരം ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നിതിൻ രാജിന്റെ പ്രിയപ്പെട്ട രാജൻ ഈ പ്രതിഷേധ ധർണയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ദളിത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ആ ഒരു പിതാവിനെ നമ്മൾ കണ്ടല്ലോ, അദ്ദേഹത്തിന് വികാരപരമായിട്ടുള്ള പിതാവ് നമ്മളൊക്കെ പിതാക്കളാണ്, നമ്മളൊക്കെ മാതാക്കളാണ്. ഞങ്ങൾ അദ്ദേഹത്തിന് വണ്ടിയിലൊന്നും ഇരുത്തിട്ട് മാനസികാവസ്ഥത്തിന് ബുദ്ധിമുട്ടാണ്. ഒരച്ഛനല്ലേ, ഒരു മകൻ വേർപെട്ട ഒരു അയ്യോ എന്റെ മോൻ കുളിച്ചിട്ടാ ഉണ്ടിട്ടാ വെള്ളം കുടിച്ചിട്ട് എത്രയോ ദിവസമായി. അയ്യോ എനിക്ക് ആണണ്ടേ. എത്ര ദിവസമായി അവൻ വെള്ളം കുടിച്ചിട്ട് ഇപ്പൊ എനിക്ക് വെള്ളം തരാൻ നിൽക്കണേ. അവൻ എത്ര ദിവസമായി വെള്ളം കുടിച്ചിട്ട്. അയ്യോ
അയ്യോ എന്റെ മോൻ കുളിച്ചിട്ടാ ഉണ്ടിട്ടാ വെള്ളം കുടിച്ചിട്ട് എത്രയോ ദിവസമായി അയ്യോ എനിക്ക് കാണണ്ടേ. കണ്ണൂർ ദന്തൻ കോളേജിൽ മരണത്തിന് കീഴടങ്ങിയ നിതിൻ രാജിൻ്റെ പിതാവ് രാജൻ ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം അവിടേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ പോലും പ്രതികരിക്കാൻ പറ്റാത്തത്ര തരത്തിൽ ആണ് അദ്ദേഹം തളർന്നു പോയിരിക്കുന്നത്. KV ബൈജു തുടരുകയാണ്. ബൈജു, വാക്കുകൾ മുറിഞ്ഞു പോകുന്ന അച്ഛനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അതെ അഭിലാഷ്, നെഞ്ചുലയ്ക്കുന്ന കാഴ്ച എന്ന് പറയേണ്ടി വരും. ഒരു അച്ഛൻ നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരു ചിത്രം, അതാണ് നമുക്ക് അഞ്ചരക്കണ്ണി മെഡിക്കൽ കോളേജിൽ കാണാൻ സാധിക്കുന്നത്. മകൻ മരിച്ചു വീണ ആ സ്ഥലം, അവിടെ എത്തിയപ്പോൾ സകല നിയന്ത്രണവും വിട്ട് അച്ഛൻ രാജൻ അവിടെ നിലത്തിരിക്കുന്ന കാഴ്ച, പിന്നീട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ തകർന്നു പോയ ഒരു സാഹചര്യം. ആ അച്ഛൻ വലിയ പ്രതീക്ഷയോടെ ഒരു മകനെ ഡോക്ടറാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇത്തരത്തിൽ കണ്ണൂരേക്ക് അയക്കുന്നു. പിന്നീട് ആ മകൻ ഇത്തരത്തിൽ സംഭവം നടക്കുന്നത് ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ. മാത്രമല്ല 11 ദിവസം കഴിഞ്ഞപ്പോഴും ഇവർക്ക് കുടുംബത്തിന് നീതി കിട്ടിയില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യം. എന്തായാലും ഇപ്പോൾ ആ മകൻ അവസാനമായി താമസിച്ച അല്ലെങ്കിൽ ആ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് ഇവർ ഇപ്പോൾ പോകുന്നത്. അതിനുശേഷം ഒരു പക്ഷേ മാനേജ്മെന്റ് പ്രതിനിധികളുമായി സംസാരിച്ചേക്കാം. പ്രിൻസിപ്പലിന്റെ മുറി, നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളുള്ള ആ മുറി, അതാണ് നിതിൻ രാജ് അവസാനമായി ഉണ്ടായ അല്ലെങ്കിൽ ഒരു നിതിൻ രാജിന്റെ ജീവനോടെ കണ്ട ഒരു സ്ഥലം. ആ സ്ഥലത്ത് കൂടി പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ രാജൻ എന്ന് പറയുന്ന പിതാവിന്റെ മാനസികാവസ്ഥ നമ്മൾ കരുതിയതിനും അപ്പുറം തകർന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രതിഷേധമുണ്ടായ ഒരു സ്ഥലത്ത് ആ അച്ഛൻ 11 ദിവസത്തിന് ശേഷം സ്വന്തം മകൻ മരിച്ചു വീണ മണ്ണിലേക്ക് ആ സ്ഥലം എത്തിയപ്പോൾ അദ്ദേഹത്തിന് എല്ലാ നിയന്ത്രണവും വിടുന്ന സാഹചര്യം. എന്തായാലും ഒരു പ്രതികരിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് അദ്ദേഹത്തിന് അവസ്ഥയുള്ളത്. എന്തായാലും ഇനി അല്പസമയം കൂടി ഈ കോളേജിൽ ചെലവഴിക്കും. സഹോദരി രാഖിയുണ്ട് കൂടെ, അതോടൊപ്പം സഹോദരി ഭർത്താവ് അശോകനുമുണ്ട്. ഇന്നലെ കമ്മീഷണറെ കണ്ട് ഈ കാര്യത്തിൽ, അതായത് കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി. അതോടൊപ്പം ഈ കേസിൽ പ്രതികളായവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ആ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. എന്തായാലും വൈകാരികമായ നിമിഷത്തിലൂടെയാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പോകുന്നതെന്ന് പറയേണ്ടി വരും. 11 ദിവസത്തിന് ശേഷമാണ് ആ അച്ഛൻ വിങ്ങി പൊട്ടിക്കൊണ്ട് അല്ലെങ്കിൽ നെഞ്ച് ഇറക്കുന്ന ആ ഒരു കാഴ്ച നമുക്കിപ്പോൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുണ്ട്, ഒപ്പം ഇന്ന് ദളിത് ലീഗിന്റെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്, അതിന്റെ പ്രവർത്തകരുണ്ട്. ഇത്തരത്തിൽ ചങ്ക് പൊട്ടുന്ന കാഴ്ച തന്നെ എന്ന് പറയേണ്ടി വരും. ആ മകൻ മരിച്ച മണ്ണിൽ ആ അച്ഛൻ ഇനിയും അത്തരം വിശ്വസിക്കാൻ കഴിയാതെ ആണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇനിയിപ്പോൾ ആ ഹോസ്റ്റൽ കെട്ടിടത്തിൽ അവസാനമായി മകൻ താമസിച്ച ഹോസ്റ്റൽ കെട്ടിടം കൂടി കാണണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ കൂടി പോകുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മകനെ ജീവനോടെ കണ്ട ആ പ്രിൻസിപ്പലിന്റെ മുറിയിൽ അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെയും ഉണ്ടാവും. ഏതായാലും വൈകാരികമായ ഒരു നിമിഷത്തിലൂടെ കൂടിയാണ് ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ഈ ഒരു രംഗം പോകുന്നതെന്ന് പറയേണ്ടി വരും. നെഞ്ച് പൊട്ടിക്കരയുന്ന ഒരച്ഛനെ മകൻ മരിച്ചു വീണ ആ മണ്ണിൽ അവിടെ കിടന്ന് അല്ലെങ്കിൽ അവിടെ നെടിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അശോകൻ രാജൻ എന്ന് പറയുന്ന ഈ അച്ഛനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് പ്രതികരണം വന്നില്ല, പക്ഷെ അദ്ദേഹം പലതരത്തില് പല വാക്കുകൾ അത്രത്തോളം സങ്കടകരമായ അദ്ദേഹം ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആശ്വസിപ്പിക്കാൻ ഏറെ പാടുപെടുന്നു ഒപ്പമുള്ള ആളുകൾ. എന്തെങ്കിലും ഒന്ന് പറയാൻ പോലും കഴിയാത്ത സാഹചര്യം. ആവർത്തിച്ച് പറയുന്നത് ഇതാണ്. ഈ കേസിൽ എന്താണ് ഇതിന് സംഭവിച്ചതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുന്നു. മാത്രമല്ല ഈ കേസിൽ പ്രതി ചേർത്തവരെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. എന്തായാലും അത്തരം നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അച്ഛൻ മകൻ അവസാനമായി ഭൂമിയിലേക്ക് എത്തുന്നത് വലിയ പ്രതീക്ഷയോടെ ഒരു ഡോക്ടർ ആകണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടി ആ കോളേജിലെത്തി അവസാനം പാതി വഴിയിൽ അല്ലെങ്കിൽ ആ തുടക്കത്തിൽ തന്നെ അത് ഇല്ലാതായി. അച്ഛന്റെ പ്രതീക്ഷകൾ, ആ കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതായത്. ഇനിയും അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ പലതരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളാണ് പറയുന്നത്. എന്തായാലും അച്ഛൻ നെഞ്ച് കൈവച്ച് അല്ലെങ്കിൽ നെഞ്ച് പൊട്ടിക്കരയുന്ന വൈകാരികമായൊരു രംഗത്തിന് തന്നെയാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്.
വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നത്. താങ്ങി പിടിച്ചുകൊണ്ടാണ് അവിടെ നിന്നും ഇത്തരത്തിൽ പുറത്ത് ഇപ്പോൾ പോകുന്നത്. ഏതായാലും ആ ഹോസ്റ്റൽ കെട്ടിടം വളരെ വൈകാരികമായ ഒരു ഇടം തന്നെയാണ്. നിതിനെ സംബന്ധിച്ചിടത്തോളം നിതിൻ രാജ് നേരത്തെ പുറത്തു വന്ന ഓഡിയോയിലെല്ലാം പറയുന്നുണ്ടായിരുന്നു, താൻ ഇനി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഈ കോളേജിൽ പഠനം തുടരും, ഒരു ഡോക്ടറായി മാത്രമേ പുറത്തിറങ്ങൂ എന്ന്. അത്രത്തോളം ദൃഢനിശ്ചയത്തിലുണ്ടായ ഒരു നിതിൻ രാജ് എങ്ങനെ ഈ ഒരു ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുന്നു. പോലീസിന് മുന്നിൽ ഇന്നലെ പോയി. ഇനി ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ബാക്കിയുണ്ട്. ഈ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതോടൊപ്പം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ ഒരു ആത്മഹത്യക്ക് കാരണം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. അതിനെതിരെ ശക്തമായ എതിർപ്പുമായി കുടുംബം രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വലിയ തോതിൽ വൈകാരികമായ ഒരു രംഗത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി സഹപാഠികളെ കാണും. എന്തായാലും ഏത് മാനസികാവസ്ഥ പ്രതികരിക്കുമോ അല്ലെങ്കിൽ കൂടുതൽ പ്രതികരിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല. അദ്ദേഹം അത്രത്തോളം തകർന്നുപോയി എന്ന് പറയേണ്ടി വരും. വിങ്ങിപ്പൊട്ടുന്ന അച്ഛനെയാണ് നമുക്കിപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അഭിലാഷ്, അഞ്ചരക്കണ്ടി ക്ലാസ് റൂമിനകത്ത് പ്രിൻസിപ്പാൾ ഉൾപ്പെടെ അവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെ മാനസികമായി അവനെ കൊല്ലുന്ന തരത്തിലേക്ക് അവർ ആസൂത്രണം ചെയ്ത് അവനെ ഹരാസ് ചെയ്തു, അത്രത്തോളം അപമാനിച്ചു. അതിന്റെ പേരിലാണ് അവൻ ആത്മഹത്യ ചെയ്തത്. ഞങ്ങൾക്ക് സംശയമുണ്ട്. നമ്മൾ അവിടെ ചെന്നപ്പോൾ അത് എവിടെ നിന്നാണ് അവൻ ചാടിയെന്ന്, ആരാണ് തള്ളിയിട്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയണം ആ കൊലകൃത്യം ചെയ്ത് ആരാണെന്നുള്ളത്. ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന് അറിയണം, ആ കുടുംബത്തിന് ഞങ്ങൾക്ക് അറിയണം ഇതെന്താണ് ഇതിവിടെ സംഭവിച്ചതെന്നുള്ളത്. ഇതിന് ഉത്തരവാദികൾ ആ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഈ പറയുന്ന ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് പ്രതികളായിരിക്കുന്ന അന്യസംസ്ഥാന മേഖലയിലുള്ളവരെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഇവിടെ തൊട്ട് സമീപത്തുള്ള റാം ഉൾപ്പെടെയുള്ള അധ്യാപകരെ അറസ്റ്റ് ചെയ്യുവാൻ എന്തുകൊണ്ടാണ് പോലീസ് പഠിക്കുന്നത്? അത് നമ്മൾ പൊതുസമൂഹം മനസ്സിലാക്കണം. നമ്മുടെ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാവരും തന്നെ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ, അതുമാത്രമല്ല ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ 22-ാം തീയതി കേസ് ഇവിടെ വെച്ചിരിക്കുകയാണ്, കോടതിയിൽ ഇരിക്കുകയാണ്. ആ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഇവിടുത്തെ റാം ഉൾപ്പെടെയുള്ളവർ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അവർ ഒരു കാരണവശാലും ശരി തന്നെയാണ്, അവർക്ക് ജാമ്യം കിട്ടാൻ പാടില്ല. ആ ജാമ്യം എടുക്കുന്നതിന് മുമ്പേ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ പൊതുസമൂഹത്തോട് നീതി കാണിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പ്രിൻസിപ്പാൾ കുറ്റാരോപിതമായി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ കുടുംബം ആരോപിക്കുന്ന പ്രതിപട്ടികയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിനോട് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. മാനേജ്മെന്റിന്റെ മറ്റാൾക്കാരെ കാണുന്നുണ്ട്. കാരണം പ്രതിപട്ടികയിൽ ഇല്ലാത്ത മാനേജ്മെന്റിന്റെ ആൾക്കാർ കാണുന്നുണ്ട്. നിതിൻ രാജ് താമസിച്ച റൂം പ്രതി ചേർക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണല്ലോ അവിടെ അതിനകത്തൊരു ഒരു ഹരാസിംഗ്, അവിടുത്തെ ഒരു പീഡനം നടന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ, നിതിൻ രാജ് മരിക്കുന്നതിന് മുമ്പേ ആ അവസാനം ഉണ്ടായിരുന്ന വിഷയമെന്ന് പറയുന്നത് ഈ കോളേജ് ക്യാമ്പസിനകത്ത് ആ റൂമിനകത്ത് അധ്യാപകർ ഒരുമിച്ച് അദ്ദേഹത്തെ മാനസികമായി അദ്ദേഹത്തിനെ പീഡിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിൽ അത് അതീവ ഗുരുതരമായിട്ടുള്ള മുറിവ് ഉണ്ടായതിലാണ് മരണകാരണമെന്നാണ് പറയുന്നത്. ആ മുറിവ് എങ്ങനെ ഉണ്ടായി, ഈ ഇത്രയും മുകളിൽ നിന്ന് എവിടെ നിന്ന് ചാടിയെന്നത് ഞങ്ങൾക്ക് വ്യക്തമല്ല. അത് ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ നീതിപാലകരാണ്. ഈ ബോഡിയിൽ എവിടെയെങ്കിലും ഈ മുറിവോ അങ്ങനത്തെ ഇത് ഉണ്ടായിരുന്നോ? ബ്ലഡ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് വ്യക്തമായി ഞങ്ങൾ ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് പോലീസ് ഞങ്ങൾക്ക് തരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, നിങ്ങൾ കണ്ടിരുന്നോ ഈ ബോഡിയിൽ എവിടെയെങ്കിലും മുറിവ്, രക്തം പോകുന്ന രീതിയിലുള്ള മുറിവ് ഉണ്ടായിരുന്നോ? ഞങ്ങൾ അറിയാലോ, ഈ പറയുന്ന ഈ ഒരു വലിയൊരു വിഷയം നടക്കുന്ന സമയത്ത് പിതാവും എല്ലാവരും ഞങ്ങൾ മറ്റു ജില്ലയിലാണ്. ഇവിടെ വരുന്നതിനുള്ള സമയമെടുത്തു. അപ്പോൾ അവിടെ അത് ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. മറ്റ് രേഖകൾ പരിശോധിച്ച് ഞങ്ങൾ അതിനെക്കുറിച്ച് അതിന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അന്വേഷണത്തോട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം ഞങ്ങളുടേതായിട്ടുള്ള ആശയങ്ങൾ, നിങ്ങൾ പറഞ്ഞതുപോലുള്ള ആശയങ്ങളെല്ലാം ഞങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിന്റെ മരണത്തിൽ വ്യാപകമായ പ്രതിഷേധം ആണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ 11 ദിവസത്തിന് ശേഷമാണ് നിതിന്റെ പിതാവ് അവിടേക്ക്, ആ കോളേജിലേക്ക് എത്തുന്നത്. ഏറെ വൈകാരികമായ രംഗത്തിനാണ് ഇപ്പോൾ അവിടെ സാക്ഷ്യം വഹിക്കുന്നത്.